കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന വിഷയത്തിലെ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന ഭാഗമാണ് നമ്മളിന്ന് പഠിക്കുക. പ്രിഫറൻസ് ഷെയർസ് എക്വിറ്റി ഷെയർസിനെ അപേക്ഷിച്ച് അതിൻ്റെ പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് വോട്ടിംഗ് റൈറ്റ്സ് ഇല്ല എന്നുള്ളതാണ് എക്വിറ്റി ഷെയർസിനുള്ളതുപോലെ. പ്രിഫറൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം ചില പ്രത്യേകതകൾ, ചില അഡ്വാൻറ്റേജസ്, ചില ബെനിഫിറ്റ്സ് ഷെയർ ഹോൾഡേഴ്സിനുണ്ട് എന്നുള്ളതാണ് ആ പ്രിഫറൻസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് തന്നെ അർത്ഥമാക്കുക. അപ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രിഫറൻസസ് ആണ് എക്വിറ്റി ഷെയർസ് ഹോൾഡേഴ്സിനെ അപേക്ഷിച്ചുള്ളത്? ഒന്ന്, അവർക്ക് ചില പ്രിഫറൻഷ്യൽ റൈറ്റ്സ് ഉണ്ട്. ആ പ്രിഫറൻഷ്യൽ റൈറ്റ്സിൽ പ്രധാനപ്പെട്ടത് റൈറ്റ് ടു പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ആണ്, ആൻഡ് ദാറ്റ് ടു അറ്റ് എ ഫിക്സഡ് റേറ്റ്. രണ്ടാമത്തേത്, സ്ഥാപനം ലിക്വിഡേറ്റ് ചെയ്യുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ സ്ഥാപനം തന്നെ വൈൻഡപ്പ് ചെയ്യുന്ന അവസ്ഥയിൽ അവരുടെ ക്യാപിറ്റൽ പ്രിസർവ് ചെയ്യുക, അതൊരു ഗ്യാരണ്ടിയാണ്. അതിനുശേഷം മാത്രമേ ഉള്ളൂ ബാക്കി ഷെയർ ഹോൾഡേഴ്സിനെ കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് പഠിക്കാനുള്ള പുസ്തകത്തിൽ സിലബസ് പോയിൻ്റ് ഓഫ് വ്യൂ വെച്ച്, പ്രത്യേകിച്ച് MG യൂണിവേഴ്സിറ്റിയുടെ പാഠഭാഗത്ത് പ്രിഫറൻസ് ഷെയർസിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്, നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്, പാർട്ടിസിപ്പേറ്റിംഗ്, നോൺ പാർട്ടിസിപ്പേറ്റിംഗ്, കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ്, നോൺ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ്, റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്, നോൺ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസുമായിട്ട് തരംതിരിച്ചിരിക്കുന്നു. നമുക്ക് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. മുൻകാലങ്ങളിൽ പേ ചെയ്യാതെ, അതായത് ഒഴിവാക്കിയത് ഉൾപ്പെടെ, കോമൺ ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ഡിവിഡൻഡ് പേയ്മെൻ്റ് ഒക്കെ കൊടുക്കുന്നതിന് മുമ്പ് കമ്പനി എല്ലാ ഷെയർ ഹോൾഡേഴ്സിൻ്റെയും പാസ്റ്റ് ഡ്യൂ ആയിട്ടുള്ള ഡിവിഡൻസ് പേ ചെയ്തിരിക്കണം എന്നുള്ളതാണ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന പദപ്രയോഗം ഉപയോഗിക്കുന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുക. നേരെ മറിച്ച് നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പുറകോട്ട് നമ്മൾ നോക്കുമ്പോൾ ഏതെങ്കിലും വർഷം ഡിവിഡൻസ് പേ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ബിസിനസ് റീസൺസ് ഉണ്ടാവും. അത് കമ്പനിയുടെ ഭാഗത്തൊരു ബാധ്യത ഇല്ല, ഒരു ഒബ്ലിഗേഷൻ ഇല്ല പേ ചെയ്യാനായിട്ട്. അടുത്തത് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് ആണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷെയർ ഹോൾഡർമാർക്ക് പൊതുവായി നിശ്ചയിച്ചിട്ടുള്ള ഈ ഡിവിഡൻറ്റുകളുടെ നിരക്കിന് തുല്യമായ തുകയിൽ ഡിവിഡൻറ്റുകൾ നൽകാനുള്ള അവകാശം, അത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡിവിഡൻസിൻ്റെ കൂടെ അഡീഷണൽ ഡിവിഡൻസ് സർപ്ലസ് പ്രോഫിറ്റിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഓപ്ഷൻ, ആ ലാഭവിഹിതം കിട്ടാനുള്ള ഓപ്ഷൻ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനുണ്ട്. എന്നാൽ ഈ അഡീഷണൽ ഡിവിഡൻഡ് ലഭിക്കാനുള്ള ഓപ്ഷൻ നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിലില്ല. അപ്പോൾ ഈ പദപ്രയോഗങ്ങൾ, ഞാനൊരു പ്രിഫറൻസ് ഷെയർ ഹോൾഡർ ആണെങ്കിൽ എൻ്റെ ഡോക്യുമെൻറ്റിൽ ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ പ്രിഫറൻസ് ഷെയർസൊക്കെ ഏത് കാറ്റഗറിയിലാണ് വരുന്നത്, അത് എനിക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പദപ്രയോഗങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അടുത്തത് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് ആണ്. ഇപ്പോൾ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് ആ വാക്കിൽ തന്നെയുണ്ട്, യു ക്യാൻ കൺവേർട്ട് ദാറ്റ് ഇൻ ടു സംതിങ് എൽസ്. വാട്ട് ഇസ് ദാറ്റ് സംതിങ് എൽസ്? ആ സംതിങ് എന്ന് പറയുന്നത് എക്വിറ്റി ഷെയർസ് ആണ്. അപ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഒരു നിശ്ചിത പീരിയഡ്, അതിന് സാധാരണ വെസ്റ്റിംഗ് പീരീഡ് ആണെന്ന് പറയാം, ആ പീരീഡിന് ശേഷം, അതായത് അത് പ്രീ ഡിറ്റർമിൻഡ് ആണ്, അതിനുശേഷം അവർക്ക് അതിൽ പറഞ്ഞേക്കുന്ന വ്യവസ്ഥകൾ അനുസരിച്ചിട്ട് എക്വിറ്റി ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനുണ്ട്. ഇപ്പോൾ നോൺ കൺവേർട്ടബിൾ എന്നുള്ള പദമാണ് ആ ഡോക്യുമെൻറ്റിൽ ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് അത് എക്വിറ്റി ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല എന്നാണ് അർത്ഥം. അടുത്തത് റിഡീമബിളും നോൺ റിഡീമബിൾ എന്നുള്ള കാറ്റഗറൈസേഷനാണ്. സാധാരണഗതിയിൽ ഒരു കമ്പനിക്ക് ആ കമ്പനിയുടേതായിട്ടുള്ള താല്പര്യങ്ങൾ, ബിസിനസ് എക്സ്പാൻഷൻ, അല്ലെങ്കിൽ അത് റിസഷനിൽ കൂടെ പോകുന്നു, ഇപ്പോൾ പാൻഡമിക് സിറ്റുവേഷനാണ്. അപ്പോൾ പല റീസൺസ് ഉണ്ട് അവർക്ക് അവരുടെ ഫിനാൻഷ്യൽ പൊസിഷൻസ് അനലൈസ് ചെയ്തിട്ട് ചില തീരുമാനങ്ങൾ എടുക്കാൻ. അപ്പോൾ അവരുടെ താല്പര്യങ്ങൾ നിറവേറ്റുന്നതിനായി ഷെയർ ഹോൾഡേഴ്സിന് ഓൾറെഡി കൊടുത്തിട്ടുള്ള, ഇഷ്യൂ ചെയ്തിട്ടുള്ള ആ ഷെയർസൊക്കെ തിരികെ വാങ്ങിക്കാനുള്ള ഓപ്ഷൻ, അത് അവർക്ക് റൈറ്റ്സായിട്ട് കമ്പനികൾക്ക് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തത് തിരിച്ചവരെ നിന്ന് വാങ്ങിക്കാനുള്ള ഓപ്ഷൻ, അതാണ് ഈ റിഡീം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ
അതിനെ സൂചിപ്പിക്കുന്ന രീതിയിലൊരു ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. ഈ സമയത്തിൻ്റെ ഉള്ളിൽ അവർക്ക് വാങ്ങിച്ചെടുക്കാം എന്നുള്ളൊരു ക്ലോസ് അതിലുണ്ടാവും. അപ്പോൾ ഇത് സാധാരണഗതിയിൽ കമ്പനികളെ സഹായിക്കുക ഇൻഫ്ലേഷൻ, അതായത് പർച്ചേസിങ് പവറൊക്കെ ഒരു കസ്റ്റമറിൻ്റെ അതൊരു ബിസിനസ് ആയിക്കോട്ടെ കുറയുന്ന സാഹചര്യത്തിലും ഈ ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ നിരക്കിലൊക്കെ ഇടിവ് സംഭവിക്കുമ്പോഴൊക്കെയാണ് കമ്പനികൾ കൂടുതലും ഈ റിഡംഷൻ ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അത് അവർക്ക് അവരുടെ ഫിനാൻഷ്യൽ പൊസിഷൻ്റെ ബോയൻസിക്ക് വേണ്ടിയിട്ടാണ്. ബോയൻസി എന്ന് പറയുമ്പോൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന അവസ്ഥ. നേരെ മറിച്ച് നോൺ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന പദപ്രയോഗമാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡോക്യുമെൻറ്റിൽ മെൻഷൻ ചെയ്യുന്നതെങ്കിൽ കമ്പനിക്ക് അത് തിരിച്ച് പർച്ചേസ് ചെയ്യാൻ, അതായത് റിഡീം ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല എന്നാണ് അർത്ഥം. പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ 20 വർഷത്തേക്കാണ് ഇഷ്യൂ ചെയ്യുക. എന്നാൽ ഒരു കാരണവശാലും 30 വർഷത്തിൽ കൂടുതൽ അത് ഇഷ്യൂ ചെയ്യാൻ പാടില്ല എന്നുണ്ട്. 21 വർഷത്തിന് ശേഷം അതിൻ്റെ ഒരംശം സാധാരണഗതിയിൽ 10% ആണ്. 21ാമത്തെ വർഷം അവർക്കത് റിഡീം ചെയ്യാനുള്ള ഓപ്ഷനും ചില ഡോക്യുമെൻറ്റ്സിൽ വയ്ക്കാറുണ്ട്. അടുത്തത് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഷെയർ ഹോൾഡേഴ്സിന് പ്രിഫറൻസ് ഷെയർസ് അത് കൊടുക്കുന്നത് പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ്? എക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. അപ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിലാണ് ഈ ഡോക്യുമെൻ്റ് ഇരിക്കുന്നതെങ്കിൽ പല രീതിയിലുള്ള കാറ്റഗറൈസേഷൻ പ്രിഫറൻസ് ഷെയർസിനെ വെച്ചുകൊണ്ട് ബേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് ചില മുൻഗണന ഉണ്ട് വെൻ കമ്പയർഡ് ടു എക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ട കാറ്റഗറൈസേഷനിൽ എക്വിറ്റി ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ടും പിന്നെ മുൻകാലങ്ങളിലുള്ള ഡിവിഡൻസ് അവർക്ക് അക്യുമുലേറ്റ് ചെയ്ത് അവർക്ക് കൊടുക്കുക എന്നുള്ളൊരു ബാധ്യത കമ്പനിയുടെ മേലുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു. കമ്പനീസിൻ്റെ ബാധ്യതയുണ്ട് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് റീപേ ചെയ്യാൻ. അതൊരു ഫിക്സഡ് റേറ്റ് എമൗണ്ടിലാണ്. ഇത് സാധാരണ ചെയ്യുക ഈ മെൻഷൻ ചെയ്തേക്കുന്നൊരു വെസ്റ്റിംഗ് പീരീഡ് ഉണ്ട്. അതിൻ്റെ എക്സ്പയറിക്ക് ശേഷമാണ്. കാരണം ആ സമയത്ത് അവർക്ക് ആ പൈസ അവർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാമല്ലോ. അവർക്ക് ക്യാപിറ്റൽ ആവശ്യം അവരുടെ ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു വെസ്റ്റിംഗ് പീരീഡിന് ശേഷമാണ് അവരുടെ കമ്പനി ഏതൊക്കെ രീതിയിലുള്ള ബാധ്യതയാണോ ആ ഡോക്യുമെൻ്റ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ആ ബാധ്യതകൾ ചിലതാണ് നമ്മൾ ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസിൽ കണ്ടത്. അതനുസരിച്ചിട്ട് ആ റീപേയ്മെൻറ്റ് നടന്നുകൊണ്ടേയിരിക്കും. ഇത്രയുമാണ് നമുക്ക് ഈ പ്രിഫറൻസ് ഷെയർസിൻ്റെ റിഡംഷനെ ബേസ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കാനുള്ളത്. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ റീച്ച് ഔട്ട് ടു മീ either through the discussion box or reach out to me over phone. Thank you so much and happy learning.